നിങ്ങൾ പ്രശസ്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങൾക്കൊരാളോടൊന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയില്ല. കാരണം അത്രയും നിങ്ങൾ ഒബ്ലൈജ്ഡ് ആണ്. ഒരു സൊസൈറ്റി ആണല്ലോ നിങ്ങളെ സെലിബ്രിറ്റി ആക്കുന്നത്, നിങ്ങളെ അംഗീകരിക്കുന്നത്, നിങ്ങളെ ഒരു പദവി തന്ന് ഇരുത്തുന്നതും ആരാധിക്കുന്നതുമൊക്കെ. അപ്പോൾ അവരോട് കൂടുതൽ വിനയമുള്ള ആളുകളായിരിക്കുക, അവരോട് കൂടുതൽ കടപ്പാടുണ്ടായിരിക്കുക. അവരൊന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലാതായി തീരുമെന്നുള്ളതാണല്ലോ വസ്തുത. അപ്പോൾ ആ ബോധ്യമില്ലാതെ ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളത് ആ രീതിയിൽ പെരുമാറുക, അത് എന്താ പറയുക, അതൊരു മാതൃകയായി മാറുക, അത്തരം അപകടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതിനൊരു പ്രധാനപ്പെട്ട മീഡിയ ആയിട്ട് വരുന്നത് ഈ ഡ്രഗ് ആയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് ഒരു സോഷ്യൽ സ്പിയറിലുണ്ടാക്കുന്ന മോശപ്പെട്ട പ്രവണതകൾ ചെറുതല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യപ്പെടണം. ഇവിടെ ഈ വിഷയത്തിൽ, ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് വിനയാകുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് ഇന്നത്തെ പരിശോധനയിലും FIR നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അതൊരു വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. പോലീസ് വേണ്ടത്ര മുൻകരുതൽ ഇക്കാര്യത്തിൽ എടുത്തില്ല എന്നുള്ളതാണ്. ഒരു മുൻകരുതലും ഇല്ലാതെയാണ് ഈ പറയുന്ന റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ആ റെയ്ഡിൻ്റെ ഫലമെന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയാൽ ആ കേസ് തള്ളിപ്പോവുകയുള്ളൂ എന്ന് മാത്രമല്ല, ഒരിക്കൽ കൂടി ഷൈൻ ടോം ചാക്കോയാൽ കേരള പോലീസ് അപമാനിക്കപ്പെടാൻ പോവുകയാണ് കേട്ടോ. 2015 കേസിൽ അങ്ങേയറ്റം മോശമായി മുഖത്തടി കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു, കോടതിയിൽ നിന്നൊരു മുഖത്തടി കിട്ടിയ അവസ്ഥയിലായിരുന്നു കേരള പോലീസ്. എങ്കിൽ ഈ കേസിലും അതുതന്നെ ആവർത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.